കൊല്ലം സെന്റ് ജോസഫ് സ്കൂളിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഭക്ഷണ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മന്ത്രി വി ശിവൻകുട്ടി കലവറ നിറയ്ക്കലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മേളയ്ക്കൊരു നാളികേരം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 4-നാണ് കലോത്സവത്തിന് തിരശ്ശീല ഉയരുന്നതെങ്കിലും 3-ാം തീയതി വൈകിട്ട് മുതൽ പാചകപ്പുര സജീവമാകും. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിലുള്ള പാചകത്തിനു വേണ്ടിയുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. 5 ദിവസത്തേക്ക് ഭക്ഷണം ഒരുക്കുന്നതിനുള്ള ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ തുടങ്ങിയവരിൽ നിന്നും സ്വീകരിച്ചു. നാളികേരമാണ് പ്രധാനമായും ശേഖരിക്കുക. ജനുവരി 3-ന് ക്രവൻസ് ഹൈസ്കൂളിന്റെ ഊട്ടുപുര പ്രവർത്തനം ആരംഭിക്കും. 14,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്കും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനും ഒക്കെ തന്നെ നമ്മൾ ഭക്ഷണം ഒരുക്കുന്നുണ്ട്. പരാതിരഹിതമായിട്ടുള്ള ഒരു കലോത്സവം നടത്തണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. വലിയ പരിശ്രമമാണ് കൂട്ടായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുഡ് കമ്മിറ്റി, വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിലുള്ള MLA നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റിയാണ് ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുന്നത്. എന്തായാലും ഈ കൊല്ലം ജില്ലയിലും കേരളത്തിലെയും ഏറ്റവും പഴക്കം ചെന്ന മാതൃകാപരമായ സെൻറ് ജോസഫ് സ്കൂളിൽ വെച്ച് ഇത് വാങ്ങുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു അഭിമാനകരമായ കാര്യമായി ഞാൻ കാണുകയാണ്. നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒരു പങ്കാളിത്തം വേണം. ഒരു ചെറിയ ഒരു സാധനമെങ്കിലും, പച്ചക്കറിയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യണം. ആ ഒരു ആഗ്രഹമാണ് ഉള്ളത്. അല്ല ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ ആ പ്രയാസം കൊണ്ടൊന്നുമല്ല. ഒരു പങ്കാളിത്തം നമ്മൾ നാട്ടിൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ളൊരു പങ്കാളിത്തം, എല്ലാവരുടെയും കയ്യൊപ്പോടു കൂടിയ ഒരു കലോത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പങ്കാളിത്തമാണ് ഇവിടെ നടത്തുന്നത്. സി മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.